നമസ്കാരം. ചെറ പരിചയമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? ചെറ എൻ്റെ വാഴ കൃഷിയിലേക്കും എൻ്റെ വത്തക്ക തോട്ടത്തിൽ, ഇത് എൻ്റെ വത്തക്ക ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. തൊട്ടടുത്ത് വാഴ കൃഷിയും. ഈ രണ്ട് സ്ഥലത്ത് പോകുമ്പോൾ മഴക്കാലമല്ലല്ലോ, വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയം. അപ്പം അതിന് വേണ്ടി ചെറ കെട്ടുകയാണ്. ചെറ പരിചയമുണ്ട് നിങ്ങൾക്ക്? ഈ അണക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെറ എന്നാണ് പഴയ ആൾക്കാരൊക്കെ അതിന് പറയാം. ചെറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാബു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ്. പിന്നെ അസുറു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. പിന്നെ സസി, ഞങ്ങൾ നാലാളും പാടെ കൂടിയാണ് ഈ ചിറ കെട്ടുന്നത്. എൻ്റെ വാഴക്കൃഷിയിലേക്ക് വെള്ളം ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെന്ന് തോന്നിയപ്പം വെള്ളം കെട്ടി നിർത്തി വാഴയിൽ വെള്ളം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉപയോഗിക്കുകയാണ്. തൊട്ടടുത്തൂടെ തോട് പോകുന്നുണ്ട്, ആ തോട്ടിലാണ് ചിറ കെട്ടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംവിധാനം. ചാക്കിൽ പൂയി നിറച്ചിട്ട് കെട്ടി അതിങ്ങനെ അട്ടിക്കട്ടിക്കിട്ട് അതിൻ്റെ ദാർപ്പായം അതിലേക്ക് മറ കെട്ടി കവുങ്ങിനോട് ബ്ലോക്കാക്കി ദാർപ്പായ കെട്ടി അതിൽ ചാക്കിൽ പൂയി നിറച്ചത് കെട്ടിയിട്ട് വീണ്ടും ഒരു ദാർപ്പായ ഇപ്പോൾ ഇങ്ങിയ ഭാഗത്തും വെച്ച് അതിൻ്റെ മേലെ പൂയി തടണ്ടാക്കി അങ്ങനെ വെള്ളം ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഏകദേശം നമ്മുടെ വയലിലേക്ക് വെള്ളം വരുന്ന ഒരു കനത്തിൻ്റെ ആയി. ഇനി കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ കൂടി പോയി ഇതിൻ്റെ ചാക്കിട്ട് കഴിഞ്ഞാൽ ഫുൾ ദമ്മായിട്ട് നമ്മുടെ വാഴയിലേക്ക്, വത്തക്ക കൃഷിയിലേക്ക്, വയലിലേക്ക് നമുക്ക് വെള്ളം കിടക്കും. അപ്പോൾ അതിൻ്റെ സംവിധാനമാണ്. പുതിയ ആളുകൾക്കും ചിലപ്പോൾ ഈ ചിറ എന്ന് പറഞ്ഞ സംഭവം മനസ്സിലാവില്ല. ചിറ കെട്ടുക എന്നാണ് പറയൽ. ഈ മഴക്കാലം കഴിഞ്ഞാൽ, മഴയില്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കിണറുകളിലൊക്കെ വെള്ളം ഉണ്ടാവും. ഈ ചിറ കെട്ടി കഴിഞ്ഞാൽ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കിട്ടും. ഞാൻ ഈ ചിറ കെട്ടിയ സമയത്ത് തൊട്ടടുത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വെള്ളം കിട്ടിയെന്ന് പറയുകയുണ്ടായി.